എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള പരാജയത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ പരാജയത്തിൽ എല്ലാം പോയി എന്ന് വിചാരിക്കാതെ ഇതൊക്കെ നാളെ മാറും. ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഏറ്റവും വലിയ പരാജയം ക്രിസ്തുവിൻ സ്വീകരിച്ചു. എന്തായിരുന്നു ആ പരാജയം? ദൈവം തന്നെയായ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു. എല്ലാവരും വിചാരിച്ചു അയാൾ കഴിഞ്ഞു, അവനെ തട്ടി. ഞാനെപ്പോഴും കൂടി ചിന്തിക്കാറുണ്ട്, ഈ ഈശോൻ്റെ കൈമയൊക്കെ ആണിയടിച്ച ആൾക്കാരും ചാട്ടവാറുണ്ട് അടിച്ച ആൾക്കാരും ഒക്കെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണണം അവിടെ. ഇവിടെ ഇവനല്ലേ നമ്മൾ കൊന്നത്. അവരാകെ അങ്ങ് ചമ്മി കണ്ടോ. അവർക്കായി. അപ്പോൾ അതാണ് ജീവിതം. ഇതാണ് ജീവിതം. നമ്മുടെ പരാജയത്തിൻ്റെ മേൽ ചവിട്ടി കയറണം. അതാണ് ജ്ഞാനം. ഇത് പ്രഥമമായിട്ട് കുടുംബജീവിതത്തിലാണ് ഉണ്ടാവുന്നത്, വേറെ എങ്ങുമല്ല. നമ്മുടെ സ്വന്തം ആളുകളിൽ നിന്ന്, നമ്മുടെ സ്വന്തം ഭാര്യയിൽ നിന്ന്, സ്വന്തം ഭർത്താവിൽ നിന്ന്, സ്വന്തം അപ്പനും അമ്മയിൽ നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന് ഉണ്ടാകുന്ന പരാജയങ്ങൾ, തകർച്ചകൾ, അതിൻ്റെ മേൽ ജ്ഞാനത്തിലൂടെ നമ്മൾക്ക് കയറണം. ദാവീദ് രാജാവിനെ സ്വന്തം മകൻ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ രാജാവ് അങ്ങോട്ട് തിരിച്ച് ആക്രമിച്ചോ? ആക്രമിച്ചില്ല. അവിടുന്ന് കസേര വിട്ട് താഴെ ഇറങ്ങി ചാക്കൊടുത്ത് ചാരം പൂശി നഗ്നപാതനായി നടന്നു. ഗിദ്രിയോൻ വാലിയിലൂടെ, ഒലിവുമലയിലൂടെ നടന്നു കയറി. ആ ഒലിവുമലയിലൂടെ തന്നെയാണ് കർത്താവ് ഈശോ മിശിഹ കുരിശുമായിട്ട് പോയത്. അപ്പോൾ നമ്മൾക്ക് വലിയൊരു ഉൾക്കാഴ്ച കിട്ടേണ്ടത്, നമ്മളത് ഭയങ്കര സന്തോഷത്തോടെ വിചാരിക്കണം, ഈ ജ്ഞാനം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിലുണ്ട് ജ്ഞാനം. അത് തുറക്കണം. മുട്ടുവിൻ, തുറക്കപ്പെടും. നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? കണ്ടോ, ഇത്ര ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, നല്ല ഉദാഹരണങ്ങളില്ലേ. എന്നിട്ട് അവസാനം പറയാണ്, അങ്ങനെയെങ്കിൽ ദുഷ്ടരായ നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ അനന്ത നന്മയായ പിതാവ്, എന്താണ്? സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകയില്ല. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകയില്ല. നേരെ കിടക്കണ കണക്കാ. ചോദിപ്പിൻ തരും. അപ്പോൾ എന്ത് ചോദിക്കാനാണ് ഇവിടെ പറയണത്? അപ്പം ചോദിക്കാനാണോ? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. അത് നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നൽകിയും കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും നമ്മുടെ ഫോർമേഷനിൽ നമ്മൾ അതിനകത്തേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല. നമ്മൾ മാത്തമാറ്റിക്സ്, സയൻസ്, ട്രിഗ്നോമെട്രി, ബയോളജി, കെമിസ്ട്രി, ഇതിലാണ് ശ്രദ്ധ. ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന യേശുവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അങ്ങിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായൊന്ന് സ്തുതിച്ചുകൊണ്ട്, ഈ ജ്ഞാനവും അറിവ്, വിവേകം, ബുദ്ധി ഇതെല്ലാം നമ്മളിലുണ്ട്. നെഞ്ചത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. തുറക്കണമേ പരിശുദ്ധാത്മാവേ, ഇത് ഞങ്ങളിൽ തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ തുറക്കണമേ, ഞങ്ങളിൽ തുറക്കണമേ, ജ്ഞാനം തുറക്കണമേ, അറിവ് തുറക്കണമേ, ബുദ്ധി തുറക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എല്ലാവരും അതിരം തുറന്ന്, പരിശുദ്ധാത്മാവേ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ, ദൈവജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ, ഞങ്ങളിൽ നൽകിയിരിക്കുന്ന ദൈവജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ഹല്ലാ 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 ഹല്ലാ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ.
ഞങ്ങളുടെ മാനുഷിക ബുദ്ധിയല്ല, ദൈവിക ജ്ഞാനത്തിലൂടെ ഞങ്ങളുടെ ജീവിതം നയിക്കുന്നതിന് ദൈവിക ജ്ഞാനം തുറക്കണമേ, ദൈവജ്ഞാനം തുറക്കണമേ, വിവേകം തുറക്കണമേ, ദൈവദാനങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ, ആത്മാവിൻ്റെ ദാനങ്ങൾ തുറക്കണമേ, ജ്ഞാനം, അറിവ്, വിവേകം, ബുദ്ധി, ദൈവഭയം, ധൈര്യം തുറക്കണമേ. ലബ 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 ലബ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ. വോളിയം കൂട്ടി കൊടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഞങ്ങളിൽ തുറക്കണമേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഞങ്ങളിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്, നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നിറയ്ക്കണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. അവൻ ദൈവശക്തിയുടെ ശ്വാസവും അറിവ് നൽകണമേ, അറിവ് നൽകണമേ, വിശ്വാസവുമാണ്. പരിശുദ്ധാത്മാവേ നിഗൂഢമായവ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ, നിഗൂഢമായ രഹസ്യങ്ങൾ. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ. ദൈവഹിതമറിയുന്നതിന്, ദൈവഹിതമറിയുന്നതിന്, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നതിന് ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഭൂമിയുടെ ഒരറ്റ മുതൽ ചെലുത്തുന്ന ജ്ഞാനം കൊണ്ട്. ഈ ക്ലാസ് യൂട്യൂബിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കാണാൻ പോകുന്നവർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. അതിൻ്റെ വോളിയം കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക, ഒച്ചയിൽ പ്രാർത്ഥിക്കുക. കമോൺ യു പ്രേ. ഭൂമിയുടെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ സ്വാധീനം ചെലുത്തുന്ന ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ജ്ഞാനം തരണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അങ്ങയിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഞങ്ങളിൽ തുറക്കണമേ. നിഗൂഢമായവും പ്രകടമായവും ഞാൻ അഭ്യസിപ്പിച്ചു, സകലത്തെയും അഭ്യസിപ്പിക്കുന്ന ജ്ഞാനമാണ് അവയെ അഭ്യസിപ്പിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്, മാറ്റത്തിന് അതിനെയാകാതെ അവൾ സകലതും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ഏകയെങ്കിലും സകലതും സാധ്യമാകുന്ന സകലതും മാറ്റത്തിന് അധീനയാകാതെ അവൾ സകലതും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്, പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. എന്നാൽ പ്രകാശത്തിന് വഴിമാറുന്നു, എന്നാൽ ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല, എന്നാൽ ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല.
താങ്ക് യു. ഇരിക്കാം. നമുക്കിരുന്നു കൊണ്ട് ഒരു നിമിഷം ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 22 മുതലുള്ള വചനം സിസ്റ്റർ വായിക്കുമ്പോൾ സാവധാനം ഒന്ന് കേൾക്കുക. ജ്ഞാനം 7:22 മുതലുള്ള വചനം. ആ ജ്ഞാനം നമ്മളിലേക്ക് നിറയണേ, അല്ലെങ്കിൽ നമ്മളിൽ തുറക്കണേ. നമ്മളിൽ തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഈശോ നമ്മളിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, പരിശുദ്ധ ത്രിത്വം നമ്മളിലുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇവർ വന്നേക്കണത് ഈ നിധി മുഴുവനും കൊണ്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ അപ്പനും അമ്മയും വീട്ടിലേക്ക് വരാണെങ്കിൽ വെറും കൈയോടെ വരുമോ? 2 ഏത്തക്കൊലയും അവിടെ പറമ്പിൽ കുറേ ചേനയുണ്ടായിരുന്നു, അതും ഇതൊക്കെ കൊണ്ടുവരുമോ ഇല്ലയോ? അപ്പോൾ ഒരിക്കലും പിതാവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് വെറും കൈയോടെ അല്ല. ദൈവത്തിൻ്റെ സകല ദാനങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസം. നമ്മൾക്കിതെല്ലാം കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. പക്ഷേ ആ തേങ്ങയും ചക്കയും മാങ്ങയൊക്കെ അവിടെ അപ്പം കൊണ്ടുവന്ന് അവിടെ കിടക്കുന്നുണ്ട്, അവിടെ കിടക്കണം. നമുക്ക് താല്പര്യമില്ല അത്, അല്ലേ? പിള്ളേരുടെ അങ്ങനെയല്ലേ, എനിക്ക് ചോക്ലേറ്റ് വേണം, എനിക്ക് ഏത്തപ്പഴമൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മോളെ ഈ ചോക്ലേറ്റ് തിന്നാൽ നിനക്ക് സുഖമില്ലാണ്ടാവും, നീ ഏത്തപ്പഴവും ചക്കയും ഇതൊക്കെ കഴിക്കും കുറച്ച് എന്ന മാതിരിയാണ്. അപ്പൻ കൊണ്ടുവരുന്നത് കഷ്ടപ്പെട്ട് പറമ്പിലുണ്ടാക്കിയ സാധനങ്ങളൊന്നും ഈ കാലത്ത് പിള്ളേർക്ക് വേണ്ട എന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ അപ്പൻ തന്നിട്ടുണ്ട് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേവനത്തിലൂടെയും. ഇതാ കേട്ടോളൂ. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ്. ചിലൂടെ അടുപ്പിച്ച് വെച്ച് പറഞ്ഞ്, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കണ്ണടച്ചിട്ട് ഇത് നമ്മൾക്ക് തന്നിരിക്കുന്നു, അത് നമ്മൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. യെസ്. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും. സാവധാനം. വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും. ബഹുമുഖജ്ഞാനം. സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും. കണ്ടോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. എന്നാൽ അത് തന്നെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടണ്ട. നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന്. സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തന്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു. കണ്ടോ, തൻ്റെ നിർമ്മലതയാൽ. നമ്മുടെ നിർമ്മലതയല്ല. നമ്മൾക്കെല്ലാം അശുദ്ധിയാണെങ്കിലും ദൈവം ശുദ്ധനാണ്, പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, വ്യാപരിക്കും, ചൂഴ്ന്നിറങ്ങും.
അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിന് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഞങ്ങളെ നിറയ്ക്കണമേ. വിവേകമുള്ളതും സ്പഷ്ടവും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും സ്ഥിരവും. താങ്ക് യു. നമ്മളിപ്പോൾ ഈ പ്രാർത്ഥന ഇവിടെ നിർത്തുന്നു. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഭക്ഷണത്തിന് പോകുമ്പോഴെല്ലാം നിങ്ങൾ അല്പം പോലും സംസാരിക്കാതെ ഈ ജ്ഞാനം നമ്മളിൽ തുറക്കണേ. നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും, ദാഹിക്കും. അങ്ങനെ കുറേ നേരം പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ക്ലാസ് തന്നെ ഭയങ്കര വലിയ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ക്ലാസ്സുകൾ വരും. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. 9 മണിക്ക് തിരിച്ചു വരാം. അരമണിക്കൂർ പോരെ.